നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു നഗരത്തിൻ്റെ പേര് പറയട്ടെ. മലയാളിക്ക് പ്രിയപ്പെട്ട ദുബായ്. ദുബായിൽ എന്താണുള്ളത് നമ്മളൊക്കെ ഒന്ന് ശരിക്കും പഠിക്കേണ്ടതാണ്. നമ്മളൊക്കെ എത്രയോ തവണ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ളൊരു നഗരമായി. എന്താണ് ഈ ദുബായിയുടെ പ്രത്യേകത? എന്താണ് അവർക്കുള്ളത്? മരുഭൂമിയും ഒട്ടകവും അല്ലാതെ വേറെ എന്താ അവിടെ ഉള്ളത്? എങ്ങനെയാണ് ഇവർ നല്ലൊരു സിറ്റി ആയത് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത്? നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. അവരുടെ ലോക്കൽ എമിറാറ്റീസ് എന്ന് പറയുന്നത് 15% ഉള്ളൂ. 85% ഫോറിനേഴ്സാണ്. അതും 160 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ നാഷണാലിറ്റീസാണ് അവിടെ ജീവിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഫ്രഷ് വാട്ടർ ഇല്ല. ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന പക്ഷേ അവിടെയാണ് നമുക്ക് കുടിക്കാനായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഡസ്റ്റാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ക്ലീൻ സിറ്റികളിലൊന്ന് ദുബായ് ആയിരിക്കാം. അതൊരു മാനുഫാക്ചറിങ് ഹബ്ബൊന്നുമല്ല, പക്ഷേ ലോകത്ത് ഏറ്റവും എക്സ്പോർട്ട് നടക്കുന്ന ഒരു രാജ്യമാണെന്ന് ദുബായ്. ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ഓയിലില്ല, പക്ഷേ വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രി എന്ന രീതിയിൽ അവർ വളർന്നു കഴിഞ്ഞു. ഒരു സ്ഥലത്ത് കടലാണ്, പക്ഷേ ആ കടൽ അവർ ഭംഗിയായി കൺവേർട്ട് ചെയ്ത് ബീച്ചുകളാക്കി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് മിനിമൽ സ്പേസേ ഉള്ളൂ, പക്ഷേ അതൊരു കോസ്റ്റ്ലിയസ് റിയൽ എസ്റ്റേറ്റ് ഹബ്ബായി കഴിഞ്ഞു. ഇതൊരു മുസ്ലിം രാജ്യമാണ്, പക്ഷേ എല്ലാവരോടും തുറന്ന സമീപനമാണ് അവരുടെ ഭരണകർത്താക്കൾക്ക്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അവിടെ പച്ചപ്പില്ല, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ പാർക്കിലൊക്കെ പോയാൽ, മിറാക്കിൾ ഗാർഡനിലൊക്കെ പോയാൽ എന്തൊരു ഭംഗിയാണ് അവിടുത്തെ ചെടികൾക്കും പൂക്കൾക്കുമെല്ലാം. എന്താണ് ഇവരുടെ പ്രത്യേകത? അവർ ചിന്തിക്കുന്നത് ഭാവിയെക്കുറിച്ചാണ്. ഫ്യൂച്ചറിസ്റ്റിക് ചിന്തകളാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാനാവാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് ദുബായിലേക്ക് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യം വളരുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ ഭരണകർത്താക്കളുടെ വിഷൻ, ദീർഘവീക്ഷണം. ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ നമുക്കും വേണ്ടത് വിഷനാണ്. നമ്മുടെ രാജ്യം വളരണമെങ്കിലും നമുക്ക് വേണ്ടതും വിഷൻ തന്നെയാണ്, ദീർഘവീക്ഷണം. ദുബായ് കണ്ടാൽ പോരാ, നമ്മളൊക്കെ അവിടെ പോയി അത് പഠിക്കണം. നമ്മുടെ സ്ഥാപനം അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ എവിടെ എത്തും? നമ്മുടെ രാജ്യം 10 കൊല്ലത്തിനുള്ളിൽ എവിടെ എത്തും? ഇത്തരം ചിന്തകളാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദുബായിലെ ഭരണകർത്താക്കളെ പോലെ. നമുക്കും അത്തരമൊരു ലോകം നമുക്കുണ്ടാവണം. നമ്മുടെ സ്ഥാപനങ്ങളിലെങ്കിലും നമുക്കത് ചെയ്യാനാവും. 5 കൊല്ലം 10 കൊല്ലം കൊണ്ട് നമ്മൾ എന്ത് ടെക്നോളജിയിലായിരിക്കാം, എവിടെയാണ് എത്തിപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക.